ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് അഞ്ജു ആൻഡ് നേജു. അപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടലയാണ്. നല്ല രീതിയിൽ ഞാൻ കടല ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ച കടല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഞാനിവിടെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചില ആൾക്കാർക്ക് ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു 5-6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇതിൽ തേങ്ങയോ മറ്റു സാധനങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ കടല വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കടലക്കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കടല കുറച്ചൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കടല മാത്രമല്ല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഉള്ളി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ഇതാണ് നമ്മൾ ഈ കടലക്കറിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അരപ്പായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടലക്കറിക്ക് ആവശ്യമായിട്ടുള്ള കടലയുടെ അരപ്പ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണുള്ളത്. അതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കടലക്കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം.
ഫൈനലി നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. പാന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കടലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറിയേക്കാളും ടേസ്റ്റാണ് ഈ ഒരു കടലക്കറിക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.